ടു ലേൺ വൈസ്. എല്ലാവർക്കും ലേൺ വൈസിന്റെ പുതിയൊരു ട്രാവൽ ആൻഡ് ടൂറിസം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ സിലബസിലെ ഒരു പ്രധാനപ്പെട്ട പേപ്പർ ആയിട്ടുള്ള BTSC 102 എന്ന പേപ്പറാണ്. സോ ഈ ഒരു പേപ്പറിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ, അതായത് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയുടെ സംസ്കാരത്തെ കുറിച്ചാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ചാപ്റ്ററിലും എന്തൊക്കെയാണ് പറഞ്ഞു പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. സോ ഇതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് ദ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഫസ്റ്റ് എന്നതാണ് ഈ യൂണിറ്റിന്റെ പേര് വരുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതായത് ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് നിയർലി ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പാണ് എന്താക്കുന്നത് എമേർജ് ചെയ്തിട്ടുള്ളത്. ഇന്ന് കാണുന്ന സംസ്കാരത്തിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നതൊക്കെ ഒരു നിയർലി ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പാണ്. അതായത് ഹാരപ്പൻ പീരീഡിന്റെ ഒക്കെ ആ ഒരു സമയത്താണ് ഇന്നത്തെ സംസ്കാരം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. നിങ്ങൾ ഓർത്തിരിക്കുക. സോ നമ്മുടെ സംസ്കാരത്തിന് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത് പോലെ നാനാത്വത്തിൽ ഏകത്വം എന്നത്. വ്യത്യസ്ത തരത്തിലുള്ള സംസ്കാരങ്ങളുടെ ഒരു കൂടിച്ചേരലാണ് ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു മോണോലിറ്റിക് എൻറ്റിറ്റി കാണാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മളൊന്ന് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്ത തരത്തിലുള്ള ഭക്ഷണം, ഭാഷ, ലൈക് വസ്ത്രരീതി, അതോടൊപ്പം തന്നെ വ്യത്യസ്ത ജീവിതശൈലികൾ തുടങ്ങിയിട്ടുള്ള എല്ലാം തന്നെ എന്താണ് വ്യത്യസ്തമാണ്. സിമ്പിളായി പറയുകയാണെങ്കിൽ നമ്മുടെ കേരളവും തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ തരത്തിലുള്ള വ്യത്യസ്തമായ സംസ്കാരമാണ് രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ ഫോളോ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താക്കാൻ കഴിയില്ല, ഇവിടെ ഒരു മോണോലിറ്റിക് എൻറ്റിറ്റി എന്താക്കാൻ കഴിയില്ല, കാണാൻ കഴിയില്ല. എങ്കിൽ പോലും നമ്മുടെ സംസ്കാരം എമേർജ് ചെയ്തു വന്നത് കൈമാറ്റങ്ങളിലൂടെയാണ്, അല്ലെങ്കിൽ പൈതൃകത്തിന്റെ കൈമാറ്റങ്ങളിലൂടെയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ, അല്ലെങ്കിൽ ഡച്ചുകാർക്കെതിരെ, പോർച്ചുഗീസുകാർക്കെതിരെ, അല്ലെങ്കിൽ കൊളോണിയൽ റൂളിനെതിരെയുള്ള സ്ട്രഗിളിന്റെ പുറത്താണ് എന്താക്കുന്നത് നമ്മുടെ സംസ്കാരങ്ങളെല്ലാം തന്നെ എമേർജ് ചെയ്ത് വന്നിട്ടുള്ളത്. സോ ഇവിടെ ഷെയർഡ് ഹെറിറ്റേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള വൈദേശികരായിട്ടുള്ള ശക്തികളെയാണ്. അതായത് അറബ്സ്, നമ്മൾ അറബ്സിന്റെ അടുത്ത് നിന്നും, അതോടൊപ്പം തന്നെ ഏൻഷ്യൻ പീരീഡിൽ വന്നിട്ടുള്ള കുഷാനാസ്, ചൈനയിൽ നിന്ന് വന്നിട്ടുള്ള കുഷാനാസ്, അതോടൊപ്പം തന്നെ ട്രേഡിനായി വന്നിട്ടുള്ള റോമൻസ് തുടങ്ങിയിട്ടുള്ള ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുടെ സംസ്കാരങ്ങൾ എന്താക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ പൈതൃകങ്ങൾ നമ്മൾ പരസ്പരം ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ സംസ്കാരം എമേർജ് ചെയ്ത് വന്നിട്ടുള്ളത് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. സിമ്പിളായ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ബിരിയാണി, അല്ലെങ്കിൽ ലൈക് സമൂസ. ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ കോമൺ ആയി യൂസ് ചെയ്യുന്ന നമ്മുടെ ഭക്ഷണത്തിന്റെ, അല്ലെങ്കിൽ ഭക്ഷണ സംസ്കാരത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ്. പക്ഷെ ഇതൊക്കെ വന്നിട്ടുള്ളത് അറബ്സിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്ത് നിന്ന് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇതൊക്കെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമുക്ക് ഇവിടെ ഒരു മോണോലിറ്റിക് എൻറ്റിറ്റി കാണാൻ കഴിയില്ലെങ്കിലും നമ്മൾ എമേർജ് ചെയ്തില്ല, ഒരു കോമൺ ഒറിജിന്റെ പുറത്തുനിന്നാണ് നമ്മൾ എന്താവുന്നത് നമ്മുടെ സംസ്കാരം എമേർജ് ചെയ്ത് വന്നിട്ടുള്ളതെന്ന് പറയാൻ കഴിയുന്നത്. സോ അതോടൊപ്പം തന്നെ ഇവിടെ മെയിൻ ആയിട്ട് ഇവിടെ നമ്മുടെ സംസ്കാരത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരുപാട് ഇന്ററാക്ഷൻസിന്റെയും അതോടൊപ്പം തന്നെ ഈ നാഷണൽ ബൗണ്ടറീസിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ഇന്ററാക്ഷൻസിന്റെ കഥകൾ എന്താക്കാൻ കഴിയും, നമുക്ക് പറയാൻ കഴിയുന്നുള്ളതാണ്. സോ ഈ ഒരു യൂണിറ്റിലൂടെ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു യൂണിറ്റിലേക്കുള്ള ജേണി നോക്കിക്കഴിഞ്ഞാല് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്താക്കുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് പ്രോബ്ലംസ് ഓഫ് ഡെഫിനിഷൻ എന്ന ഭാഗമാണ്. സോ ഈ ഒരു ഭാഗത്ത് മെയിൻ ആയിട്ട് പറയുന്നത് എങ്ങനെയാണ് സംസ്കാരം എമേർജ് ചെയ്ത് വന്നിട്ടുള്ളത്, അതോടൊപ്പം തന്നെ സിവിലൈസേഷനും സംസ്കാരവും തമ്മിലുള്ള അർത്ഥം എന്താണെന്നാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോവുകയാണെങ്കിൽ കൾച്ചറും അതോടൊപ്പം തന്നെ സിവിലൈസേഷനും എന്ന് പറയുന്നത് എന്താണ്, രണ്ട് വ്യത്യസ്ത അർത്ഥങ്ങളിലാണ് രൂപപ്പെട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ പൊതുവെ എന്ന് വെച്ചാൽ കൾച്ചറിനും സംസ്കാരത്തിനും നാഗരികതയ്ക്കും രണ്ട് അർത്ഥങ്ങളാണുള്ളത്. അതിൽ ലൈക് ചില സമയങ്ങളിൽ ഹിസ്റ്റോറിക്കലി അതിന് രണ്ട് അർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇന്റർചേഞ്ചബിളി നമ്മൾ എന്താക്കാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. രണ്ടും ഒരേ അർത്ഥത്തിലും നമ്മൾ എന്താക്കാറുണ്ട്, പൊതുവെ യൂസ് ചെയ്യാറുണ്ട് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കാം. സോ അതോടൊപ്പം തന്നെ ഇവിടെ സിവിലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു അച്ചീവ്ഡ് സ്റ്റേറ്റ് വേണം. അതോടൊപ്പം തന്നെ ഒരു കൃത്യമായ, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ഓഫ് ഓർഗനൈസ്ഡ് സോഷ്യൽ ലൈഫ് അത്യാവശ്യമാണ്. സോ ഈ ഒരു പ്രോസസ്സുകളൊക്കെ തന്നെയാണ് നമ്മൾ എന്താക്കുന്നത് സിവിലൈസേഷൻ എന്ന് പറയുന്നത്, അല്ലെ നാഗരികത എന്ന് പറയുന്നത്. സോ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാൻ കഴിയും ഹാരപ്പൻ ഒരു സിവിലൈസേഷൻ ആയിരുന്നു, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ഇവിടെയൊക്കെ വെച്ചാൽ ഒരു കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. അതിന്റെ കൂടെ തന്നെ അവിടെ ഒരു ഓർഗനൈസ്ഡ് സോഷ്യൽ ലൈഫ് ഉണ്ട്.
എന്നാൽ അതോടൊപ്പം തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന മറ്റൊന്നാണ്, ലൈക്ക് നമുക്ക് എടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താൻ കഴിയുന്നതാണ് ടേംസ് ലൈക്ക് വെസ്റ്റേൺ സിവിലൈസേഷൻ, അതോടൊപ്പം തന്നെ മോഡേൺ ഇൻഡസ്ട്രിയൽ സിവിലൈസേഷൻസ് ഒക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. എന്നാൽ കൾച്ചർ എന്ന് പറയുന്നതാണ് സിവിലൈസേഷനേക്കാൾ കുറച്ചുകൂടി ലൈക് കോംപ്ലക്സ് ആയിട്ടുള്ള ഒന്നാണ്. അതിനുള്ള ഉദാഹരണമായിട്ട് പറയാൻ കഴിയുന്ന വെച്ചാൽ സിവിലൈസേഷനിൽ ഉൾപ്പെടുന്നത് അല്ലെങ്കിൽ കൾച്ചറിൽ ഉൾപ്പെടുന്നത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ലൈക്ക് ഫ്രീഡം, സ്വാതന്ത്ര്യം, സമത്വം, അതോടൊപ്പം ഇക്വാലിറ്റി തുടങ്ങിയിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെയാണ് എന്താക്കുന്നത് കൾച്ചറിനെ ഡിഫൈൻ ചെയ്യുന്നത്. എന്നാൽ സിവിലൈസേഷനെ ആണെങ്കിൽ അവിടെ ഒരു ഓർഗനൈസ്ഡ് സ്റ്റേറ്റ് വേണം, അതോടൊപ്പം തന്നെ ഓർഗനൈസ്ഡ് സോഷ്യൽ ലൈഫ് ഒക്കെ വേണം. സോ ഇത് തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ ഇത് രണ്ടും എന്താക്കാറുണ്ട്, ഒരുപോലെ യൂസ് ചെയ്യാറുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ ആരപ്പൻ കൾച്ചർ എന്ന് പറയാറുണ്ട്, അതോടൊപ്പം തന്നെ എന്താണ് ആരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയാറുണ്ട്. പക്ഷെ ഇതിന് രണ്ടിനും ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ രണ്ട് അർത്ഥങ്ങളാണ് ഉള്ളത്, അത് നിങ്ങൾ ഓർത്തിരിക്കുക. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ചില സമയങ്ങളിൽ ഈ കൾച്ചറിൽ ഉൾപ്പെടുന്നതാണ് ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ്, അവരുടെ റൈറ്റ്സ്, എക്സ്പ്രഷൻ ഒക്കെ തന്നെ എന്താണ് കൾച്ചറിന്റെ പാർട്ടായിട്ട് വരാറുണ്ട്. അതോടൊപ്പം തന്നെ ജനറൽ, ഇന്റലക്ച്വൽ, സ്പിരിച്വൽ, അതോടൊപ്പം തന്നെ എസ്തെറ്റിക് ഡെവലപ്മെന്റുകളും ഈ കൾച്ചറിന്റെ ഭാഗമാണെന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ ഈ കൾച്ചർ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഒരു വേ ഓഫ് ലൈഫ് ഉണ്ടായിരിക്കും, ജനങ്ങളുടെ ഒരു വേ ഓഫ് ലൈഫ് ഉണ്ടായിരിക്കും. അത് പീരീഡ് ടു പീരീഡ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ടു ഗ്രൂപ്പ് എന്തായിരിക്കും ഡിഫറെന്റ് ആയിരിക്കും എന്ന കാര്യം കൂടി നിങ്ങൾ എന്താക്കുക ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു സമയത്ത് കൾച്ചറിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് കാലങ്ങളായിട്ട് ഇന്റലക്ച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ആളുകളുടെ എമർജൻസ് നമുക്ക് കാണാൻ കഴിയും. സോ അവിടെയൊക്കെ മ്യൂസിക്, ലിറ്ററേച്ചർ, ആർട്ട്, ഫിലിം തുടങ്ങിയതിലൊക്കെ തന്നെ എന്താവുന്നുണ്ട് ഈ വ്യത്യാസം നമുക്ക് ഉണ്ടായിരിക്കും എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. സോ അതോടൊപ്പം തന്നെ കൾച്ചർ ആൻഡ് ഹെറിറ്റേജിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് വെച്ചാൽ ഈ കൾച്ചറിൽ ഉൾപ്പെടുന്നതാണ് ക്രാഫ്റ്റ് ട്രഡീഷൻ, മ്യൂസിക്, ഡാൻസ്, പെയിന്റിങ്, ആർക്കിടെക്ചർ ട്രഡീഷൻസ്, അതോടൊപ്പം പ്രൊഡക്ഷൻ, ടെക്നോളജി, ഇതൊക്കെ തന്നെ എന്താണ് ഫിലോസഫി, പ്രകൃതി, ഇതൊക്കെ തന്നെ എന്തിന്റെ ഭാഗമാണ് കൾച്ചറിന്റെ ഭാഗമാണെന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ സംസ്കാര പൈതൃകം എന്ന് പറയുന്നത് ഒരു ലൈക് പ്ലൂറലിസ്റ്റിക് ആണ്, അല്ലെങ്കിൽ വൈവിധ്യം നിറഞ്ഞതാണ്, അല്ലെങ്കിൽ ബഹുവചനപരമായിട്ടുള്ളതാണ്. സോ ഇതിൽ എന്താക്കുന്നുണ്ടായിരിക്കും എന്ന് വെച്ചാൽ കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിരിക്കും, സൂപ്പർസ്റ്റീഷ്യസ് അതായത് അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരിക്കും, സ്ത്രീകൾക്കെതിരെ ദളിറ്റ്സിനെതിരെയുള്ള ഡിസ്ക്രിമിനേഷൻ ഒക്കെ തന്നെ എന്താകുന്നുണ്ടായിരിക്കും ഈ സംസ്കാര പൈതൃകത്തിൽ ഉൾപ്പെടുന്നതാണെന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. സോ അതോടൊപ്പം തന്നെ ഈ കൾച്ചർ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലി അതോടൊപ്പം തന്നെ സോഷ്യലി എന്താവാണ് രൂപപ്പെട്ടു വന്നിട്ടുള്ള ചരിത്രപരമായിട്ടും അതോടൊപ്പം തന്നെ സാമൂഹ്യപരമായ അറ്റ്മോസ്ഫിയറിലും അന്തരീക്ഷത്തിലും രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒന്നാണ് ഈ സംസ്കാരം എന്ന് പറയുന്നത്. സോ ഈ ഇതെന്താക്കുന്നുണ്ട് ഈ കൾച്ചർ നമ്മൾ പറഞ്ഞു സോഷ്യലി അതോടൊപ്പം ചരിത്രപരമായിട്ടും സാമൂഹികമായിട്ടും രൂപപ്പെട്ടു വന്നിട്ടുള്ളതാണെന്ന്. സോ ഇതെന്താക്കുന്നുണ്ട് ഒരു സൊസൈറ്റിയെ, എക്കണോമിയെ, പൊളിറ്റിക്കൽ ഡെവലപ്മെന്റിനൊക്കെ തന്നെ എന്താക്കുന്നുണ്ട് സ്വാധീനിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ കൾച്ചർ എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയുടെ ലൈഫ്, മൈൻഡ് തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ തന്നെ എന്താക്കുന്നുണ്ട് ടൈം ടു ടൈം സ്വാധീനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ ടൈം ടു ടൈം ആ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളുകളുടെ മൈൻഡ്, മെന്റാലിറ്റിയെ, അതോടൊപ്പം തന്നെ ലൈഫിനെയൊക്കെ തന്നെ എന്താക്കുന്നുണ്ട് സ്വാധീനിക്കുന്നത്. അത് ഓരോ സമയത്തും ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ ഓരോ സമയത്തും അത് വ്യത്യസ്തമാണ് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ ഈ ചരിത്രത്തിന്റെ ഒരു തുടർച്ചയും അതോടൊപ്പം തന്നെ ചേഞ്ചും അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷനും ഒക്കെ എന്താക്കുന്നുണ്ട് ഈ സംസ്കാരത്തിന്റെ മാറ്റത്തിൽ, അതായത് സംസ്കാരത്തിൽ എന്താക്കുന്നുണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ സോഷ്യൽ, എക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റിനൊക്കെ തന്നെ എന്താക്കുന്നുണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഈ വേദിക് പീരീഡിൽ മെയിൻ ആയിട്ട് എന്താകുന്നുണ്ട് അഗ്രികൾച്ചർ വരുന്നുണ്ട്. അതിനു മുമ്പ് എന്ന് വെച്ചാൽ അവരൊരു നൊമാഡ്സ് ആയിട്ട് അല്ലെങ്കിൽ കന്നുകാലികളെ വളർത്തി ജീവിച്ചിട്ടുണ്ടായിരുന്ന ആളുകളായിരുന്നു. പിന്നീട് അവരെന്താക്കുന്നുണ്ട് കൃഷി കൊണ്ടുവരുന്നുണ്ട്. കൃഷി വന്നതോടുകൂടി എന്താകുന്നുണ്ട് സെറ്റിൽമെന്റ് ലൈഫ് വരുന്നുണ്ട്. സോ ഇതോടുകൂടി സെക്കൻഡ് അർബണൈസേഷന് വരെ എന്താവുന്നുണ്ട് ഇത് കാരണമാവുന്നുണ്ട്. സോ ഇതെന്താവുന്നുണ്ട് എന്ന് വെച്ചാൽ അവിടുത്തെ സംസ്കാരത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് ഇത് കാരണമായി എന്നതാണ്. സോ അതോടൊപ്പം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാസ്റ്റ് സിസ്റ്റം,
ഈ കാസ്റ്റ് സിസ്റ്റത്തിലാണെങ്കിൽ പോലും രാജാക്കന്മാരുടെ അല്ലെങ്കിൽ ഭരണാധികാരികളുടെ നീഡിനനുസരിച്ച് ഉണ്ടാവുന്നുണ്ട് ഈ കാസ്റ്റ് സിസ്റ്റത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പൊതുവെ ക്ഷത്രിയന്മാരാണ് എന്താക്കുന്നത്, കാസ്റ്റ് സിസ്റ്റത്തിൽ ക്ഷത്രിയന്മാരാണ് രാജ്യം ഭരിക്കുന്നത്. എന്നാൽ പലപ്പോഴും എന്താക്കിയിട്ടുണ്ടെന്ന് വെച്ചാല് ക്ഷത്രിയന്മാരല്ലാത്തവരും എന്താക്കിയിട്ടുണ്ട്, ഇന്ത്യയിൽ ഭരിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് രാജാക്കന്മാരുടെ ഇച്ഛക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ നീഡിനനുസരിച്ച് ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് എന്താക്കിയിട്ടുണ്ട്, മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ബ്രാഹ്മണാസ്, ശതവാഹനാസ് ഇന്ത്യയിൽ ഭരണം നടത്തി ആൻഷ്യൻ പീരീഡിൽ ഭരിച്ചിട്ടുണ്ടെന്ന് ഒരു കൂട്ടം രാജാക്കന്മാർ ശതവാഹനാസ് ബ്രാഹ്മണന്മാരാണ്. അതോടൊപ്പം തന്നെ വൈശ്യാസ് ഭരിച്ചിട്ടുണ്ട്, മൗര്യന്മാർ അവർ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാണ്, ഗുപ്താസ്. സോ ഇവരൊക്കെ തന്നെ ഈ ക്ഷത്രിയ വംശത്തിൽ പെട്ട ആളുകളല്ല. പക്ഷെ എന്താക്കിയിട്ടുണ്ട്, അവർക്ക് നീഡിനനുസരിച്ച് കാസ്റ്റ് സിസ്റ്റത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കാസ്റ്റ് സിസ്റ്റത്തിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് തന്നെ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന പൊസിഷൻസ് അനുസരിച്ച് അവർ ചെയ്യുന്ന ജോലികൾക്ക് അനുസരിച്ചിട്ടായിരുന്നു. അപ്പം ഇവര് ഭരിക്കേണ്ട സമയത്ത് ക്ഷത്രിയരായിരുന്നു രാജ്യം ഭരിക്കേണ്ടതെങ്കിൽ രാജാക്കന്മാരുടെ നീടും ഇച്ഛക്കും അനുസരിച്ച് കാസ്റ്റ് സിസ്റ്റം മാറ്റിയിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കൾച്ചർ എന്ന് പറയുന്നത് ഓരോ വ്യക്തികൾക്ക് അനുസരിച്ച് സൊസൈറ്റിയിൽ മാറ്റങ്ങൾ എന്താക്കിയിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. രാജാക്കന്മാരുടെ റിലീജിയൻസിനനുസരിച്ചിട്ട് എന്താക്കിയിട്ടുണ്ട്, മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സൗത്ത് ഇന്ത്യയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദ്രവീഡിയൻ സിവിലൈസേഷൻ എന്താണ്, ഒരു കൾച്ചറൽ ഡെവലപ്മെന്റിന് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ആൻഡ് സോഷ്യൽ കോണ്ടസ്റ്റിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഓർത്തിരിക്കുക, സംസ്കാരം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലൈക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് പൊളിറ്റിക്കൽ സ്ട്രക്ചർ ആൻഡ് ദെയർ ഇമ്പാക്ട് ഓൺ കൾച്ചറിൽ എങ്ങനെയാണ് പൊളിറ്റിക്കൽ സ്ട്രക്ചറും അതോടൊപ്പം തന്നെ ഇതെങ്ങനെയൊക്കെയാണ് ഇമ്പാക്ട് ചെയ്തിട്ടുള്ളതെന്നാണ്. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ പീരീഡ് ഓഫ് പൊളിറ്റിക്കൽ ഡീസെൻട്രലൈസേഷൻ ആൻഡ് സെൻട്രലൈസേഷൻ എന്താക്കുന്നുണ്ട്, ലീഡ് ടു റീജിയണൽ ആൻഡ് നാഷണൽ കൾച്ചർ. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പൊളിറ്റിക്കൽ ഡീസെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ രാഷ്ട്രീയ വികേന്ദ്രീകരണം, സെൻട്രലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏകീകരണമാണ്, രാഷ്ട്രീയ ഏകീകരണമാണ്. ഇതെന്താക്കുന്നുണ്ട്, സംസ്കാരത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മുഗൾസ് എന്താണ്, ഒരു സെൻട്രലൈസ്ഡ് രാഷ്ട്രമായിരുന്നു. സോ അതൊരു സെൻട്രലൈസ്ഡ് രാഷ്ട്രമായതുകൊണ്ട് തന്നെ അവരുടെ ശക്തി അല്ലെങ്കിൽ അവരുടെ പവർ ഒക്കെ എന്താകുന്നുണ്ട്, സൗത്തിലേക്ക് വരെ എത്തുന്നുണ്ട്. ഈ സൗത്തിലേക്ക് എത്തുന്ന സമയത്ത് അതിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് നമുക്ക് എന്താക്കാൻ കഴിയും, കാണാൻ കഴിയും എന്നുള്ളതാണ്. സോ മുഗൾസിന് ഒരുപാട് ഇൻഫ്ലുവൻസ് നമുക്ക് സൗത്തിൽ കാണാൻ കഴിയും, ഹൈദരാബാദിൽ കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ബീജാപ്പൂർ എന്താക്കുന്നുണ്ട്, കാണാൻ കഴിയുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ എന്താക്കുന്നുണ്ട്, ഈ മുഗൾസ് എന്താകുന്നു, തകരുന്നുണ്ട്. മുഗൾസ് തകർന്ന സമയത്ത് ഒരുപാട് ഡിസെൻട്രലൈസേഷൻ, രാഷ്ട്രീയ വികേന്ദ്രീകരണം നടക്കുന്നു. ഈ വികേന്ദ്രീകരണം നടന്നതിന്റെ ഫലമായിട്ട് ചെറിയ ചെറിയ റീജിയണൽ സ്റ്റേറ്റുകൾ എന്താകുന്നുണ്ട്, എമേർജ് ചെയ്ത് വരുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അവധ്, ഹൈദരാബാദിൽ എന്താകുന്നുണ്ടെന്ന് വെച്ചാല് പുതിയൊരു രാഷ്ട്രം, ഹൈദരാബാദിൽ പുതിയൊരു രാഷ്ട്രം എമേർജ് ചെയ്ത് വരുന്നു. അവർക്ക് അവരുടേതായ ഒരു സംസ്കാരം രൂപപ്പെടുന്നുണ്ട്. സോ ഇതൊക്കെ തന്നെ എന്താണ്, സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിൽ പൊളിറ്റിക്കൽ സ്ട്രക്ചർ സ്വാധീനിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ്. സോ അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ഒരു കണ്ടിന്യൂ ആയിട്ടാണ് പറയുന്നത്, കണ്ടിന്യൂഷൻ ആണ്. റൂളേഴ്സിന്റെ റിലീജിയൻ എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു സൊസൈറ്റിയെ അല്ലെങ്കിൽ ആ സൊസൈറ്റിയുടെ സംസ്കാരത്തെ നിർണ്ണയിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ലിബറൽ, ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ സെക്കുലർ ആയിട്ടുള്ള റൂളേഴ്സ് എന്താക്കുന്നുണ്ടായിരിക്കും, ഒരുപാട് നോൺ റിലീജിയസ് ആർട്ട് ഫോംസിനൊക്കെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അശോകൻ എന്താക്കിയിട്ടുണ്ട്, ഒരുപാട് വെള്ളത്തിന് വേണ്ടി കിണറുകളും മറ്റും എന്താക്കിയിട്ടുണ്ട്, നിർമ്മിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ നോൺ റിലീജിയസ് ആർട്ട് ഫോംസിന് ഉദാഹരണങ്ങളാണ്. സോ അതോടൊപ്പം തന്നെ റിലീജിയസ് റൂൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ രാജാവിന്റെ റിലീജിയൻ എങ്ങനെയാണ് സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഉദാഹരണമായിട്ട് പറയാൻ കഴിയും ചോളാസില് എന്താക്കിയിട്ടുണ്ട്, അവരൊരു ശൈവേറ്റ് ആണ് അല്ലെങ്കിൽ ശിവഭക്തന്മാരായിരുന്നു. സോ ഇവരെന്താക്കിയിട്ടുണ്ട്, ഒരുപാട് ടെമ്പിൾസും മറ്റും കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ തഞ്ചാവൂർ ടെമ്പിൾ ഇതിനൊരു ബൃഹദേശ്വര ടെമ്പിൾ ഇതിനൊരു ഉദാഹരണമാണ്. ഈ റിലീജിയസ് റൂൾസ് എങ്ങനെയാണ്, റൂളേഴ്സിന്റെ റിലീജിയൻ എങ്ങനെയാണ് ആർട്ട് ഫോമില് റിഫ്ലക്ട് ചെയ്തിട്ടുള്ളത് എന്നതിന് ഉദാഹരണമാണ് തഞ്ചാവൂരിലെ ബൃഹദേശ്വര ടെമ്പിള്. സോ നിങ്ങൾ ഓർത്തിരിക്കുക.
അതോടൊപ്പം തന്നെ കൊളോണിയൽ റൂളിനെതിരെയുള്ള പ്രൊട്ടസ്റ്റിന്റെ ഒക്കെ ഫലമായിട്ടാണ് എന്താക്കുന്നത് നമ്മുടെ ഒരു സംസ്കാരം എമേർജ് ചെയ്ത് വന്നിട്ടുള്ളത് എന്ന കാര്യം കൂടി നിങ്ങൾ എന്താക്കുക ഓർത്തി. സോ അതോടൊപ്പം തന്നെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഔട്ട്സൈഡ് ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് ഈ ഇന്ത്യൻ കൾച്ചറിനെ രൂപപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ്. നമ്മൾ ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഷെയർഡ് ഹെറിറ്റേജ് ആണ്. അതായത് നമ്മൾ പൈതൃകം എന്താക്കുന്നുണ്ടായിരുന്നു, ഷെയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പരസ്പരം കൈമാറിയിട്ട് രൂപപ്പെട്ടുള്ള ഒരു കോമൺ കൾച്ചറാണ് ഇന്ത്യക്ക് ഉള്ളത് എന്ന്. സോ അത് തന്നെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് പറയാൻ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ഒരുപാട് രാജ്യങ്ങളിലെ ആൾക്കാർ എന്താക്കുന്നുണ്ട് ഈ ആൻഷ്യൻ ടൈമിൽ അല്ലെങ്കിൽ ഏർലി ടൈമിൽ തന്നെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. സോ ഇവിടെ അവരെന്താക്കുന്നത് അവരുടെ സംസ്കാരങ്ങള് ടെക്നോളജികളൊക്കെ ഇന്ത്യയിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്, പൈതൃകങ്ങൾ കൊടുക്കുന്നുണ്ട്, കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് അവരെന്താക്കുന്നുണ്ട് അവർക്ക് വേണ്ടതായിട്ടില്ല പൂജ്യം പോലുള്ള, നിങ്ങൾ അറിയായിരിക്കും മാത്സ് ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും നിങ്ങൾക്ക്, പൂജ്യം ഇന്ത്യയിൽ നിന്നുള്ള സംഭാവനയാണ്. അതുപോലെ തന്നെ അറബ്സ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഗൺ പൗഡേഴ്സ് ടെക്നോളജിക്ക് ഉദാഹരണമാണ്. ഈ ഗൺ പൗഡേഴ്സ് അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ബാബറാണ്. സോ ബാബർ ഒരു ടർക്കിഷ് കോൺഗറാണ്. സോ അങ്ങനെ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താക്കുന്നുണ്ട് സംസ്കാരങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്നുണ്ട്. അത് മെയിൻ ആയിട്ട് ട്രേഡിലൂടെ, അതോടൊപ്പം തന്നെ യുദ്ധങ്ങളിലൂടെ, അല്ലെങ്കിൽ അവരുടെ സെറ്റിൽമെന്റിലൂടെ, അവർ ഇന്ത്യയിൽ വന്ന് താമസിക്കുന്നതിലൂടെ, അതോടൊപ്പം തന്നെ അവരെന്താക്കാന്ന് വെച്ചാൽ ഇന്ത്യയിൽ വന്നിട്ട് ഇവിടുത്തെ നേറ്റീവ് ഇന്ത്യയിലെ സാധാരണക്കാരായ ആളുകളുമായിട്ട് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സംസ്കാരം ഡെവലപ്പ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ആര്യൻസ് എന്താക്കുന്നുണ്ട് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അവരുടെ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ്, ദൈവ വിശ്വാസങ്ങള്, അതോടൊപ്പം ബിലീഫ്സ്, അതായത് ഹിന്ദുയിസം ഒക്കെ ഇന്ത്യയിലേക്ക് വരുന്നത് വേദിക് പീരീഡിന്റെ സമയത്ത് ആര്യൻസ് ഇന്ത്യയിലേക്ക് വരുന്നതോടുകൂടിയാണ്, അല്ല ഹാരപ്പയുടെ എൻഡോടുകൂടി ആര്യൻസ് ഇന്ത്യയിലേക്ക് വരുന്നതോടുകൂടിയാണ് ഇവിടെ ഒരു പുതിയൊരു ബിലീഫ് സിസ്റ്റം ഇന്ത്യയിലേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞ ബാബറാണ് ഗൺ പൗഡർ എന്താക്കുന്നത് ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ടർക്കിഷ് കോൺഗ്രസ്റ്റ് ഒക്കെ എന്താക്കുന്നുണ്ട് ഇന്ത്യയിൽ പുതിയൊരു സംസ്കാരത്തിന്റെ തുടക്കത്തിന് കാരണമാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുതിരപ്പടയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, പുതിയ ടെക്നിക്സ് ഒക്കെ എന്താക്കുന്നുണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ എന്താക്കാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസ് ചെയ്യാണ് ഇന്ത്യയിൽ നിലനിന്നിട്ടുള്ള ഒരു പൈതൃകത്തിൽ, ഇന്ത്യയിൽ നിലനിന്നിട്ടുള്ള ഒരു സംസ്കാരത്തിലെ മാറ്റങ്ങൾ എന്താക്കാണ് വരികയാണ് ഇത് ഇന്ത്യക്കാരെന്താക്കുന്നുണ്ട് സ്വീകരിക്കുകയാണ് ചെയ്യുന്നുണ്ടായത്. ഇങ്ങനെയാണ് ഒരു സംസ്കാരം രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പേർഷ്യൻ ഇൻഫ്ലുവൻസ്, ഈ പേർഷ്യൻ ഇൻഫ്ലുവൻസ് ലിറ്ററേച്ചറില്, ആർട്ടില് തുടങ്ങിയിട്ട് ലിറ്ററേച്ചർ, ആർട്ട്, മ്യൂസിക്സ് തുടങ്ങിയിട്ട് വ്യത്യസ്ത തരത്തിലുള്ള ഇൻഫ്ലുവൻസ് എന്താക്കണ്ടേ നമുക്ക് നമ്മുടെ പേർഷ്യൻ ഇൻഫ്ലുവൻസ് ഇന്ത്യയിൽ കാണാൻ കഴിയും. ലൈക് മ്യൂസിക്കിലാണെങ്കിൽ തബല, സ്റ്റാർ തുടങ്ങിയിട്ടുള്ള ലൈക് മ്യൂസിക്കൽ ഉപകരണങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു പീരീഡിലാണ്. മുഗൾസിന്റെ അല്ലെങ്കിൽ ഡൽഹി സുൽത്താനേറ്റിന്റെ പീരീഡിലാണ്. സോ അതോടൊപ്പം തന്നെ പേർഷ്യൻ മ്യൂസിക്സിലാണെങ്കിൽ ലൈക് ഇന്ത്യയുടെ സംഗീതത്തെയും പേർഷ്യൻ സംഗീതത്തെയും മിക്സ് ചെയ്തുകൊണ്ട് പുതിയൊരു സംഗീതത്തിന്റെ ഫോം ഒക്കെ എന്താക്കുന്നുണ്ട് ഇവരെ രൂപപ്പെടുത്തുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ എന്താക്കുക ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ലൈക് ഇതുപോലെ സംസ്കാരങ്ങളുടെ കൈമാറ്റത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു ലൈക് സംസ്കാരത്തിലേക്ക് എത്തുന്നത്. എല്ലാ കാര്യത്തിലാണെങ്കിലും, ഭക്ഷണ രീതിയിലാണെങ്കിലും, വസ്ത്ര രീതിയിലാണെങ്കിലും, അല്ലെങ്കിൽ ഭരണ രീതിയിൽ, എല്ലാത്തിലും തന്നെ എന്തുണ്ട് ഈ സംസ്കാരങ്ങളുടെ കൈമാറ്റം നമുക്ക് കാണാൻ കഴിയും. വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ആളുകളുടെ കൈമാറ്റം നമുക്ക് എന്താക്കാൻ കഴിയുന്നുണ്ടായിരിക്കും, കാണാൻ കഴിയുന്നുണ്ടായിരിക്കും. സോ അത് നിങ്ങൾ എന്താക്കുക ഓർത്തിരിക്കുക. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൾച്ചറൽ അവയർനെസ് ആൻഡ് ഹിസ്റ്ററി എന്ന ഭാഗമാണ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ കൾച്ചറൽ അവയർനെസ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ശാസ്ത്രീയപരമായിട്ടുള്ള അവബോധവും ഒപ്പം തന്നെ മതേതരത്വവുമാണ് എന്താക്കുന്നത് ഒരു ആധുനികതയിലേക്ക് നമ്മളെ എന്താക്കുന്നത് നയിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ ഇപ്പം ആൻഷ്യൻ പാസ്റ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഗ്ലോറിഫൈ ചെയ്യുന്ന ഒന്നാണ് എന്ത് പാസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ പാസ്റ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ, ഒരുപാട് വാല്യൂസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ കൂടെ തന്നെ എന്തുണ്ട് ഒരുപാട് നമുക്ക്
ഇമിറ്റേറ്റ് ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ നമുക്ക് സ്വീകരിക്കാൻ കഴിയാത്ത ഒരുപാട് ആസ്പെക്റ്റുകൾ കൂടി എന്തുണ്ട് പാസ്റ്റിലുണ്ട് എന്ന കാര്യം ഓർക്കുക. അതായത് കാസ്റ്റ് സിസ്റ്റം, അതോടൊപ്പം തന്നെ അടിമത്തം, ഡിസ്ക്രിമിനേഷന്, റിലീജിയസ് മതപരമായിട്ടുള്ള അസഹിഷ്ണുത തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ പൊതുവെ നമ്മള് പാസ്റ്റ് ആണെങ്കിലും പ്രസന്റ് ആണെങ്കിലും എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എടുക്കുന്ന സമയത്ത് അവിടെ ക്രിട്ടിക്കലി എന്താക്കേണ്ടതുണ്ട്, എക്സാമിൻ ചെയ്യേണ്ടതുണ്ട്. നല്ലതായിട്ടുള്ള വശങ്ങൾ സ്വീകരിക്കുകയും ഒപ്പം തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട് എന്താക്കുകയും ചെയ്യേണ്ടതുണ്ട്, ഉപേക്ഷിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അത്യാവശ്യമാണെന്ന കാര്യം നിങ്ങൾ എന്താക്കുക, ഓർത്തിരിക്കുക. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ആണ്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഹിസ്റ്റോറിക്കലി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് എന്നതാണ്. നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ മെയിൻ ആയിട്ട് നോക്കുന്ന വെച്ചാൽ ഹാരപ്പൻ സിവിലൈസേഷൻ മുതൽ മിഡീവൽ പീരീഡ് വരെയാണ്, അഥവാ ആൻഷ്യൻ പീരീഡ് മുതൽ മിഡീവൽ പീരീഡ് വരെയുള്ള ഒരു ടൈം പീരീഡ് ആണ് നമ്മൾ എന്താക്കുന്നത് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. സോ ഇതില് മെയിൻ ആയിട്ടും ഈ ഒരു മിഡീവൽ പീരീഡിലെ കൾച്ചറൽ ഹെറിറ്റേജിനെ കുറിച്ചൊക്കെ എന്താകുന്നുണ്ടായിരിക്കും, നമ്മൾ നോക്കുന്നുണ്ടായിരിക്കും. സോ അതോടൊപ്പം തന്നെ മോഡേൺ ആൻഡ് കണ്ടംപററി പീരീഡിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ടായിരിക്കാം. അടുത്ത യൂണിറ്റിലായിരിക്കാം നിങ്ങൾ ഓർത്തിരിക്കുക. എന്നാൽ ഏർലി മിഡീവൽ പീരീഡ് ഒക്കെ ഈ ഒരു യൂണിറ്റിൽ തന്നെ നമ്മൾ എന്താക്കുന്നുണ്ടായിരിക്കും, കവർ ചെയ്തു പോകുന്നുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ കേവ് പെയിന്റിങ്സ്, നിയോലിറ്റിക് പീരീഡിലെ കേവ് പെയിന്റിങ്സിനെ കുറിച്ചൊക്കെ നമ്മൾ എന്താക്കുന്നുണ്ടായിരിക്കും, ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് നമുക്ക് ഹാരപ്പൻ പീരീഡിനെ കുറിച്ചാണ് നോക്കുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും ഹാരപ്പൻ സിവിലൈസേഷൻ എമേർജ് ചെയ്ത് വന്നിട്ടുള്ളത് 19-20 നൂറ്റാണ്ടുകളിലാണ് എന്താക്കിയിട്ടുണ്ടായിരുന്നത്, ഹാരപ്പൻ സിവിലൈസേഷൻ എമേർജ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ സിവിലൈസേഷനിൽ ഒന്നാണ് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് പ്രധാനമായിട്ടും 3 സിവിലൈസേഷൻസ് ആണ് ആ പീരീഡ് ഉണ്ടായിരുന്നുള്ളത്, മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷനും ഈജിപ്ഷ്യൻ സിവിലൈസേഷനും. ഇത് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഈ മെസോപ്പൊട്ടോമിയൻ അതോടൊപ്പം തന്നെ ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ കണ്ടംപററി പീരീഡ് ആണ്, അല്ലെങ്കിൽ സമകാലിക പീരീഡ് ആണ്. സോ ഒരുപാട് ട്രേഡ് കോണ്ടാക്ട് ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഈ ഹാരപ്പൻ സിവിലൈസേഷനും ഒപ്പം തന്നെ മെസോപ്പൊട്ടോമിയ, ഈജിപ്ത് സിവിലൈസേഷൻസ് തമ്മിൽ നടക്കുന്നുണ്ട്. സോ അതോടൊപ്പം തന്നെ ഇന്ത്യയില് അല്ലെങ്കിൽ ഒരു 5000 years ഓൾഡ് സിവിലൈസേഷൻ ആണ് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. സോ അവിടെ എന്താകുന്നുണ്ട്, ഹാരപ്പൻ അഡ്വാൻസ്ഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട് ആ പീരീഡില്. എങ്കിൽ പോലും അവിടെ അയൺ ഉണ്ടായിരുന്നില്ല, അതുവരെ അയൺ ഒന്നും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അവര് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന മെയിൻ ആയിട്ടുള്ള മെറ്റൽ എന്ന് പറയുന്നത് ബ്രോൺസ് ആയിരുന്നു. അവര് വെപ്പൺസ് ആയിട്ടും ടൂൾസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്തിരുന്ന ബ്രോൺസ് കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളൊക്കെയാണ് ഹാരപ്പക്കാർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും ഹാരപ്പൻ സ്ക്രിപ്റ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അത് ഇന്നും അൺഡെസിഫൈഡ് ആയിട്ടുള്ള ഒന്നാണ്. ഇതുവരെ ആർക്കും തന്നെ എന്താക്കാൻ കഴിഞ്ഞിട്ടില്ല, വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ ആർക്കിയോളജിസ്റ്റുകൾ എന്താക്കുന്നത് ചെറിയ ചെറിയ ഇൻസൈറ്റുകള് ഫൈൻഡിങ്സ് ഒക്കെ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഒരു മെയിൻലി ഒരു അർബൻ സിവിലൈസേഷൻ ആണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് അർബനൈസേഷൻ നടക്കുന്നത് ഹാരപ്പൻ സിവിലൈസേഷന്റെ പീരീഡിലാണ്. സോ ഹാരപ്പൻ നമുക്ക് ഫൗണ്ട് ചെയ്യാൻ കഴിയുന്നത് ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട്, ഇന്ത്യയിലും അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലുമാണ് എന്താകുന്നത് ഹാരപ്പ വ്യാപിച്ചു കിടക്കുന്നത്. പ്രധാനപ്പെട്ട സൈറ്റുകൾ എന്ന് പറയുന്നത് മോഹൻജദാരോ, ഹാരപ്പ, കാലിബംഗൻ, ലോഥൽ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ഹാരപ്പൻ സൈറ്റുകൾ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഹാരപ്പൻ സിറ്റീസിനെ പ്രധാനമായിട്ട് രണ്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്ന് അപ്പർ സിറ്റി എന്നും മറ്റൊന്ന് സിറ്റാഡൽ എന്നുമാണ് പറയപ്പെടുന്നത്. ലോവർ സിറ്റി എന്നും അപ്പർ സിറ്റി എന്നുമാണ് എന്താക്കുന്നത് പറയുന്നത്. ഈ സ്റ്റുഡൻസ് പറയുന്നത് വെച്ചാല് അപ്പർ സിറ്റിയില് മെയിൻ ആയിട്ട് റൂളിംഗ് ക്ലാസ്സുകളാണ് എന്താക്കിയിട്ടുണ്ടായിരുന്നത്, ജീവിച്ചിട്ടുണ്ടായിരുന്നതെന്നും ലോവർ സിറ്റിയിലാണ് കോമൺ പീപ്പിൾ ജീവിച്ചിട്ടുണ്ടായിരുന്നത് എന്നുമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഹാരപ്പൻ സീലുകൾ, പോട്രികൾ, ഇതെന്ന് വെച്ചാല് കാളകളുടെയും ഒപ്പം തന്നെ മരങ്ങളുടെയും അതോടൊപ്പം തന്നെ ഫിഷിന്റെ ഒക്കെ എന്താക്കുന്നുണ്ട് ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ്. ഇവർ അതോടൊപ്പം തന്നെ എന്താക്കിയിട്ടുണ്ട്, മരങ്ങളെയും അതോടൊപ്പം തന്നെ ഈ പുരുഷലിംഗത്തെയൊക്കെ എന്താക്കിയിട്ടുണ്ട്, ഇവരെ ആരാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എന്താക്കാൻ കഴിയും, കാണാൻ കഴിയും. ഇവരുടെ റിലീജിയസ് ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഇവര് പുരുഷലിംഗത്തെയൊക്കെ ആരാധിച്ചിട്ടുണ്ടായിരുന്നു ഹാരപ്പക്കാരെ എന്ന കാര്യം നിങ്ങൾ എന്താക്കുക, ഓർത്തിരിക്കുക. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന വേദിക് സിവിലൈസേഷൻ ആണ്. 1500 BC-ക്കും അതോടൊപ്പം തന്നെ 600 BC-ക്കും ഇടയിലാണ് എന്താകുന്നത് വേദിക് സിവിലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു പീരീഡിനാണ് നമ്മൾ വേദിക് സിവിലൈസേഷൻ എന്ന് പറയുന്നുണ്ട്. ഹാരപ്പ പോലെയല്ല, ഇവിടെ കുറച്ചുകൂടി എന്താണ് അഗ്രികൾച്ചറൽ സിവിലൈസേഷൻ ആണ്. ഹാരപ്പ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, അതൊരു സിറ്റി അല്ലെങ്കിൽ ഒരു അർബൻ സിവിലൈസേഷൻ ആണ് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്.
എന്നാൽ വേദിക് സിവിലൈസേഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അതൊരു അഗ്രികൾച്ചർ ബേസ് ചെയ്തുള്ള സിവിലൈസേഷൻ ആണ്. സോ ഈ ഒരു സമയം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് സെക്കൻഡ് അർബനൈസേഷൻ ഒക്കെ നടക്കുന്നതും വേദിക് പീരീഡിലാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഇവിടെ എന്ന് വെച്ചാല് ഈ ഹിന്ദുയിസം ഉണ്ടാവുന്നുണ്ട്, ഡെവലപ്പ് ചെയ്ത് വരുന്നത്, പുതിയൊരു റിലീജിയനായിട്ട് ഹിന്ദുയിസം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവരെന്താക്കുന്നുണ്ടെന്ന് വെച്ചാല് അഗ്രികൾച്ചറിന് സെറ്റിൽഡ് അഗ്രികൾച്ചർ വരുന്നുണ്ട്. ഈ സെറ്റിൽഡ് അഗ്രികൾച്ചർ പിന്നീട് എന്താവുന്നുണ്ടെന്ന് വെച്ചാല് ഇവര് മൃഗങ്ങളെ പരിപാലിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവര് കാളകളെയും പശുക്കളെയും ഒക്കെ എന്താക്കുന്നുണ്ട്, കൃഷിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇവിടെയാണ് കിൻഷിപ്പ്, ബന്ധുത്വം എന്ന ആശയം എമേർജ് ചെയ്യുന്നത് വേദിക് പീരീഡിലാണ്. സോ അതോടൊപ്പം തന്നെ പാട്രിയാർക്കി അഥവാ പുരുഷാധിപത്യം ഒക്കെ എമേർജ് ചെയ്യുന്നത് വേദിക് പീരീഡിലാണ് കേട്ടോ. പിന്നീട് ഇത് എന്താകുന്നത് കിങ്ഡംസിലേക്കും അതോടൊപ്പം തന്നെ പിന്നീട് അത് എംപയറിലേക്കൊക്കെ മാറുന്നുണ്ട്. ഈ കിങ്ഷിപ്പ് എന്താവുന്നുണ്ട്, അവിടെ ഒരു ചെറിയൊരു ഗോത്രമാകുന്നുണ്ട്. ഗോത്രം പിന്നീട് രാഷ്ട്രമായിട്ട് പിന്നീട് എംപയർ ഒക്കെ ആയിട്ട് മാറുന്നതിലേക്ക് എന്താകുന്നുണ്ട്, വേദിക് പീരീഡ് കാരണമാവുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ഈ ഒരു സമയത്ത് എന്താക്കുന്നുണ്ട്, ഒരുപാട് വേദിക് സ്ലോഗൻസ് ഒക്കെ രചിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഋഗ്വേദ, സാമവേദ, അഥർവവേദ തുടങ്ങിയിട്ടുള്ള 4 വേദാസ് ഒക്കെ വരുന്നത് ഈ ഒരു പീരീഡിലാണെന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ ഇവരെന്താക്കുന്നുണ്ട്, തീയെ വർഷിപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാച്ചുറൽ ഫിനോമിന, അതായത് മഴ, വായു തുടങ്ങിയവയ്ക്ക് ഇവർ ആരാധിക്കാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇവർ ആനിമൽ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അത് അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അതായത് ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും ഒരുപാട് ലിറ്ററേച്ചർ, ഫിലോസഫിക്കൽ തോട്ട്സ് ഒക്കെ എമേർജ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് വേദാസില്, ഉപനിഷത്തിലൊക്കെ കാണാൻ കഴിയും. ആ ഒരു സമയത്ത് പ്രധാനമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഭാഷ അല്ലെ ലാംഗ്വേജ് എന്ന് പറയുന്നത് സാൻസ്ക്രിറ്റ് ആയിരുന്നു. പിന്നെ അതിനുശേഷം എമേർജ് വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ആശയമാണ് അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ബുദ്ധിസമാണ്. ബുദ്ധിസവും ജൈനിസവും ആണ്. സോ ഈ ഒരു 6-ാം നൂറ്റാണ്ടൊക്കെ ആകുമ്പോഴേക്ക് എന്താവുന്നുണ്ട്, ബുദ്ധിസം ജൈനിസം എമേർജ് ചെയ്യുന്നുണ്ട്. ഇപ്പം ബുദ്ധിസം ജൈനിസം ഒക്കെ എമേർജ് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് വേദിക് ലിറ്ററേച്ചറിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ വേദിക് റിച്വൽസിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ മൂലമൊക്കെയാണ്. സോ കാരണം എന്താണെന്ന് വെച്ചാൽ വേദിക് റിച്വൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് കന്നുകാലികളെ എന്താക്കുന്നുണ്ട്, കൊല്ലുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താക്കുന്നുണ്ട്, ഈ ഒരു സമയത്താണ് 4 വർണ്ണ സിസ്റ്റം ഒക്കെ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ വേർതിരിക്കുന്ന 4 വർണ്ണ സിസ്റ്റം എമേർജ് ചെയ്യുന്നത്. വർണ്ണാശ്രമൊക്കെ ഇതിൽ മെയിൻ ആയിട്ട് എന്താ, ബ്രാഹ്മൺസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശ്രൂദാസ് ഇവരൊക്കെ എമേർജ് ചെയ്ത് വരുന്നു. ഇതോടുകൂടി എന്താവാണ് ചെയ്യുന്നത്, സൊസൈറ്റിയിൽ ഒരു അൺഇക്വാലിറ്റി ഒക്കെ വരുന്നു. ഇതിന്റെ ഫലമായിട്ട് എമേർജ് ചെയ്ത് വന്നിട്ടുള്ള പുതിയ വേ ഓഫ് ലൈഫ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് എന്താക്കാം, ബുദ്ധിസത്തെയും ഒപ്പം തന്നെ ജൈനിസത്തെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. സോ അതായത് ഇവിടെ ഈ ഒരു വേദിക് പീരീഡിൽ എന്ന് വെച്ചാൽ ജനനത്തിലൂടെ എന്താക്കാണ് ചെയ്യുന്നത് വെച്ചാൽ ഇവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് നിർണ്ണയിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കാസ്റ്റ് സിസ്റ്റം വലിയ ശക്തമായ രീതിയിൽ എന്തുണ്ടായിരുന്നു, ഇവർക്ക് കാസ്റ്റ് സിസ്റ്റം നിലനിന്നിട്ടുണ്ടായിരുന്നു. സോ ഇത് സൊസൈറ്റിക്ക് ഒരു മൊബിലിറ്റി ഇല്ലായിരുന്നു. കാസ്റ്റ് സിസ്റ്റം ഒക്കെ വന്നതോടുകൂടി സൊസൈറ്റിക്ക് ഒരു ചലനം ഇല്ലാതായി പോയി. സോ അതുകൊണ്ട് തന്നെയാണ് എന്താക്കുന്നത്, പുതിയ റിലീജിയൻ ഒക്കെ എന്താവുന്നത്, എമേർജ് ചെയ്ത് വരുന്നത്. സോ ഈ ഒരു സമയത്ത് 2 പ്രധാനപ്പെട്ട പ്രോമിനന്റ് ഫിഗേഴ്സ് ആണ് അല്ലെ ലീഡേഴ്സ് ആണ് മഹാവീരയും ഒപ്പം തന്നെ ഗൗതമ ബുദ്ധ തുടങ്ങിയവരൊക്കെ. അതോടൊപ്പം തന്നെ മഹാവീരനൊക്കെ ഈ ഒരു സമയത്ത് എമേർജ് ചെയ്ത് വന്നിട്ട് 2 പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആണ്. കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. സോ ബുദ്ധിസത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇവരുടെ ടീച്ചിങ്സ്, ജൈനന്റെയും ഒപ്പം തന്നെ ബുദ്ധന്റെ ഒക്കെ ടീച്ചിങ്സ് ആണ് എന്താക്കുന്നത്, ബുദ്ധ ജൈന റിലീജിയൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തുടക്കമായിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ ജെയിൻ ഫോളോവേഴ്സ് അല്ലെ ജൈന മതം ഫോളോ ചെയ്തിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും വൈശ്യാസ് ആയിരുന്നു. വിഷ്ണുവിനെ ആരാധിച്ചിരുന്നവരായിരുന്നു ആര്, പ്രധാനമായിട്ടും ജൈനിസത്തിലേക്ക് മാറിയിട്ടുണ്ടായത്. എന്നാൽ ബുദ്ധിസത്തിലേക്ക് വന്നിട്ടുള്ള ആളുകളാണെങ്കിലോ എല്ലാ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകളും എന്താക്കിയിട്ടുണ്ട്, ബുദ്ധിസത്തിലേക്ക് വന്നിട്ടുണ്ട്. അതായത് ബുദ്ധിസം എന്താക്കുന്നുണ്ട്, ഓൾമോസ്റ്റ് ഏഷ്യ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് കാണാൻ കഴിയും ചൈനയിൽ നിന്ന് ഒരുപാട് എന്താക്കിയിട്ടുണ്ട് സഞ്ചാരികൾ ഇന്ത്യയിലേക്ക് വന്നിട്ട് ബുദ്ധിസത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്, ഫയാനെ പോലുള്ളവര്. അതോടൊപ്പം തന്നെ ഇൻക്ലൂഡിങ് ഇന്ത്യയിൽ എന്താകുന്നുണ്ട്, ബുദ്ധിസം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നിയർലി ഒരു 1000 വർഷത്തോളം എന്താകുന്നുണ്ട് ഈ ബുദ്ധിസത്തിന്റെ ഇൻഫ്ലുവൻസ് ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. സോ ഇവര് മെയിൻ ആയിട്ട് ശബ്ദമുയർത്തിയിട്ടുണ്ടായിരുന്നത് സോഷ്യൽ ഇൻഇക്വാലിറ്റിക്കും ഹൈറാർക്കിക്കൽ വർണ്ണാശ്രമ സിസ്റ്റത്തിനൊക്കെ എതിരായിട്ടാണ് ബുദ്ധിസവും ജൈനിസവും വന്നിട്ടുണ്ടായിരുന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ ഈ ബുദ്ധിസവും ജൈനിസത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഇവർ എല്ലാവർക്കും വേണ്ടിയിട്ട് എന്താക്കിയിട്ടുണ്ട്, വാതിലുകൾ തുറന്നിട്ട് എല്ലാവർക്കും അതിൽ അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്.
അതോടൊപ്പം തന്നെ ഇവർക്ക് എല്ലാവർക്കും തന്നെ എന്താക്കിയിട്ടുണ്ട്, സ്ത്രീകൾക്കടക്കം ഈക്വൽ സ്റ്റാറ്റസ് ബുദ്ധിസത്തിൽ കിട്ടിയിട്ടുണ്ട്. അതുവരെ വേദിക് പീരീഡിലൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല. അവിടെ ബ്രാഹ്മണന്മാർക്ക് മാത്രം എന്താക്കിയിട്ടുണ്ടായിരുന്നു, സൊസൈറ്റിയിൽ നല്ലൊരു പൊസിഷൻ ഉണ്ടായിരുന്നുള്ളൂ. അതോടൊപ്പം തന്നെ ശൂദ്രാസിന് അവർ സൊസൈറ്റിയിൽ അൺടച്ചബിൾ ആയിട്ടുള്ള വിഭാഗമായിരുന്നു. സോ അതിന്ന് മാറിയിട്ട് ബുദ്ധിസത്തിലേക്ക് വരുന്ന സമയത്ത് ഇവർക്ക് എല്ലാവർക്കും തന്നെ എന്ത് കിട്ടി, ഈക്വൽ സ്റ്റാറ്റസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സാക്രിഫൈസ് കുറഞ്ഞു, റിച്വൽസ് ഇല്ലാതായി, അവരെന്താക്കിയിട്ടുണ്ടായിരുന്നു, ഒപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കർമ്മ സിസ്റ്റത്തിലൊക്കെ എന്താക്കിയിട്ടുണ്ടായിരുന്നു, ഇവർ ഒപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നോൺ വയലൻസ്, മാനവികത, മോറൽ ലൈഫ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു ബുദ്ധിസം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ അതുവരെ സാൻസ്ക്രിറ്റ് ലാംഗ്വേജ് ആയിരുന്നു അതുവരെ എന്താക്കിയിട്ടുണ്ടായിരുന്നത്, യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ സാൻസ്ക്രിറ്റ് പഠിക്കാനും അതോടൊപ്പം തന്നെ അത് യൂസ് ചെയ്യാനുള്ള അവകാശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അധികാരം എന്ന് പറയുന്നത് ബ്രാഹ്മൺസിനും ക്ഷത്രിയാസിനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശൂദ്രർക്കൊന്നും തന്നെ അത് ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ബുദ്ധിസവും അതോടൊപ്പം തന്നെ ജൈനിസൊക്കെ വന്നതോടുകൂടി അവരുടെ സാധാരണക്കാരുടെ ഭാഷയായിട്ടുള്ള പ്രാകൃത്, പാലി, അർദ്ധമഗധി പോലുള്ള ഭാഷകളൊക്കെ എന്താക്കാൻ തുടങ്ങി, യൂസ് ചെയ്യാൻ തുടങ്ങി. സോ അതിനൊരു ഉദാഹരണമാണ് അശോകന്റെ ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ. അശോകന്റെ ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ പ്രാകൃതിലൊക്കെ എന്താക്കിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നീട് ഇത് എന്താവുന്നുണ്ടെന്ന് വെച്ചാല് വെർണാക്കുലർ ലിറ്ററേച്ചറിലേക്കും വഴി മാറുന്നുണ്ട്, അല്ലെ വെർണാക്കുലർ ലിറ്ററേച്ചറിലേക്ക് എന്താക്കുന്നുണ്ട്, ഒരു തുടക്കത്തിന് ഇത് വഴി മാറുന്നുണ്ടെന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. സോ ഇതിന്റെ ഫലമായിട്ട് എന്താകുന്നുണ്ട്, ഒരുപാട് സൗത്ത് ഇന്ത്യയിൽ പോലും ഒരുപാട് ക്ഷേത്രങ്ങളും മറ്റും എന്താക്കുന്നുണ്ട്, പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഈ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസിന്റെ ഫലമായിട്ട് നമുക്ക് എന്താക്കാൻ കഴിയും, ഒരുപാട് ക്ഷേത്രങ്ങളും മറ്റും കാണാൻ കഴിയുന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. നഗരി, അതുപോലെ തന്നെ ബസ്നഗർ, അതോടൊപ്പം തന്നെ നാഗാർജുനകൊണ്ട തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നൊക്കെ എന്താക്കിയിട്ടുണ്ട്, ഒരുപാട് ടെമ്പിൾസ് ഒക്കെ ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. സോ അതോടൊപ്പം തന്നെ ബുദ്ധിസ്റ്റ് സ്തൂപാസ് എന്താക്കിയിട്ടുണ്ട്, ബോധ്ഗയ, സാഞ്ചി, അമരാവതി, തക്ഷശില തുടങ്ങിയ പ്രദേശങ്ങളിൽ എന്താക്കിയിട്ടുണ്ട്, ബുദ്ധിസ്റ്റ് സെന്റേഴ്സ് ആയിട്ടുണ്ട്. അവിടെ ഒരുപാട് സ്തൂപാസ് ഒക്കെ എക്സ്കവേഷൻസിലൂടെ എന്താക്കിയിട്ടുണ്ട്, കണ്ടെടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ പെയിന്റിങ്സുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്താക്കുന്നത് വെച്ചാൽ ആദ്യകാലങ്ങളിൽ ഒരുപാട് കേവ് ടെമ്പിൾ ആർക്കിടെക്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ബദമിയില് ഒരുപാട് എന്തുണ്ട്, കേവ് ആർക്കിടെക്ചർ നമുക്ക് കാണാൻ കഴിയും. സോ അവിടെ ഒരുപാട് പെയിന്റിങ്സും മറ്റും കാണാൻ കഴിയുന്നുണ്ട്. സോ ഇവിടെ പെയിന്റിങ്സിന് പ്രധാനമായിട്ട് 3 സ്കൂൾസ് ആയിട്ടാണ്, സ്കൂൾ ഓഫ് പെയിന്റിങ്സ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്ന് മധുര സ്കൂൾ ഓഫ് പെയിന്റിംഗ്, ഗാന്ധാര സ്കൂൾ ഓഫ് പെയിന്റിംഗ്, അതോടൊപ്പം തന്നെ അമരാവതി സ്കൂൾ ഓഫ് പെയിന്റിങ്സ്. ഇവിടുന്നൊക്കെ തന്നെ എന്താക്കിയിട്ടുണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫിഗേഴ്സ്, ചിത്രങ്ങളും മറ്റും നമുക്ക് എന്താക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ടൂറിസ്റ്റ് സൈറ്റുകളിലേക്ക് ഒരുപാട് ആയിരക്കണക്കിന് ആളുകളെയും അതോടൊപ്പം തന്നെ വിശ്വാസികളെയൊക്കെ എന്താക്കുന്നുണ്ട്, ഓരോ വർഷത്തിലും ടൂറിസത്തില് അട്രാക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ടൂറിസത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ പെയിന്റിങ്സ്, അതോടൊപ്പം തന്നെ ഈ സൈറ്റുകൾ, സാഞ്ചി പോലുള്ള സൈറ്റുകൾ, അതുപോലെ തന്നെ ബോധ്ഗയ പോലുള്ളത്, ടെമ്പിൾസ് ആയിട്ടുള്ള നാഗാർജുനകൊണ്ടയിലെ ടെമ്പിളുകളൊക്കെ തന്നെ എന്താക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഒരുപാട് ടൂറിസ്റ്റുകളെ ഇന്ത്യയിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു പീരീഡിൽ സൗത്ത് ഇന്ത്യയിൽ എമേർജ് ചെയ്തു വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഭരണവർഗമാണ് ശതവാഹനാസ് എന്ന് പറയുന്നത്. ഇവര് ശതവാഹനാസ് ആന്ധ്ര ഡൈനാസ്റ്റി എന്ന് കൂടി എന്താക്കുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. ഇവര് സൗത്ത് ഇന്ത്യയിലാണ് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ശതവാഹനാസിന് ശേഷം എന്താക്കുന്നുണ്ട്, ചോളാസും പാണ്ഡ്യാസും അതേപോലെ തന്നെ കേരളപുത്രാസും ഒക്കെ എമേർജ് ചെയ്യുന്നുണ്ട്. ഇവിടെ കേരളപുത്രാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അറിയാം, ചേരാസിനെയാണ്. കൊടുങ്ങല്ലൂർ കേന്ദ്രമായി ഭരിച്ചിട്ടുള്ള ചേരാസാണ് ഇവിടെ കേരളപുത്രാസ് എന്ന് പറയപ്പെടുന്നത്. സോ ഈ ഒരു സമയത്തൊക്കെ, അതായത് ഇവരുടെയൊക്കെ ഭരണകാലഘട്ടത്തിലാണ് നമ്മുടെ സംഘം പോയട്രി വരുന്നത്. അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ലിറ്റററി ട്രഡീഷനിൽ ഒന്നാണ് സംഘം ലിറ്ററേച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംഘം പോയട്രി എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഓർത്തിരിക്കാം. സോ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഗുപ്ത പീരീഡിനെ കുറിച്ചാണ്. പോസ്റ്റ് മൗര്യ, അതായത് മൗര്യാസിന് ശേഷം പോസ്റ്റ് മൗര്യൻ പീരീഡിൽ എന്താക്കുന്നുണ്ട്, ഇന്ത്യയിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള വലിയ പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഒന്നും തന്നെ എന്താക്കിയിട്ടില്ല, ഇന്ത്യയിൽ ഇല്ലായിരുന്നു. അതായത് മൗര്യാസിന് ശേഷം കുഷാനാസ് എന്താക്കുന്നുണ്ട്, ഇന്ത്യയിൽ വരുന്നുണ്ട്. കുഷാനാസ് മെയിൻ ആയിട്ട് ചൈനയിൽ നിന്ന് വന്നവരായിരുന്നു കുഷാനാസ് എന്ന് പറയുന്നത്. അവര് നോർത്ത് ഇന്ത്യ കേന്ദ്രമാക്കിയിട്ട് ഭരണം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ ഒരു പീരീഡിലാണ് നമ്മൾ പറഞ്ഞു ശതവാഹനാസ് പോസ്റ്റ് മൗര്യക്ക് ശേഷമാണ് എന്താക്കുന്നത്, ഇന്ത്യയിൽ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്, അതും സൗത്ത് ഇന്ത്യയിൽ. സോ ആ ഒരു പീരീഡിന് ശേഷം എന്താവുന്നതെന്ന് വെച്ചാൽ പുതിയ രാഷ്ട്രമായിട്ട് അല്ലെങ്കിൽ പുതിയ രാജവംശമായിട്ട് ഗുപ്താസ് എന്താവാണ് ചെയ്യുന്നത്, എമേർജ് ചെയ്ത് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ മെയിനായിട്ട് എമേർജ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത് വെച്ചാൽ 4-ാം നൂറ്റാണ്ടിലാണെന്ന കാര്യം നിങ്ങൾ എന്താക്കുക, ഓർത്തിരിക്കുക. ഗുപ്താസ് എന്താവുന്നുണ്ട്, അവരുടെ
പീക്കിലെത്തിയത്, ഭരണത്തിന്റെ പീക്കിലെത്തിയിട്ടുണ്ടായിരുന്നത് സമുദ്രഗുപ്തയുടെയും ഒപ്പം തന്നെ ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെയും പീരീഡിലാണ്. പിന്നീട് എന്താണെന്ന് വെച്ചാൽ സന്തഗുപ്തയുടെ ഒക്കെ പീരീഡ് ആവുമ്പോഴേക്കും ഇവിടെ ഗുപ്ത എംപയർ ഡിക്ലൈൻ ആവുകയാണ് 6th സെഞ്ചുറി AD-യിൽ. അത് നിങ്ങൾ ഓർത്തിരിക്കാം. പിന്നീട് 7ാം നൂറ്റാണ്ടിലൊക്കെ എന്താവുന്നതെന്ന് വെച്ചാൽ ഹർഷവർദ്ധൻ എന്താക്കുന്നത് ഇതേ സെയിം ഇവരുടെ ഒരു ഇമ്പീരിയൽ ട്രഡീഷനും അതോടൊപ്പം തന്നെ ഒരു കേന്ദ്രീകൃത ഭരണമൊക്കെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ 7ാം നൂറ്റാണ്ടിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ കൾച്ചറിന്റെ ഒരു ഹയസ്റ്റ് ഫോം ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഗുപ്ത പീരീഡിലാണ്. വീണ്ടും ഒരു റിവൈവൽ ആണ്, വേദിക് പീരീഡിന് ശേഷം ഒരു റിവൈവൽ ആണ് നടന്നിട്ടുണ്ടായിരുന്നത് ഇത് ഗുപ്ത പീരീഡില്. അതോടൊപ്പം തന്നെ ഈ ഒരു സമയത്താണ് രാമായണ, മഹാഭാരത പോലുള്ള സാൻസ്ക്രിറ്റ് എപ്പിക്സ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്, കമ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ ഇതിന്റെ ഇടയിൽ എന്താക്കുന്നത് വേദിക് പീരീഡിന് ശേഷം ബുദ്ധിസം വരുന്നു, ജൈനിസം വരുന്നു, ഹിന്ദുയിസം എന്താവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒന്ന് ഇല്ലാതാവാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നിട്ട് അല്ലെങ്കിൽ ഒന്ന് തകർന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഗുപ്ത പീരീഡ് ഒക്കെ ആകുമ്പോഴേക്ക് ഹിന്ദുയിസം എന്താവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, കുറച്ചുകൂടി ശക്തമാവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു സമയത്ത് ഹിന്ദു ലൈഫുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹിന്ദുയിസവുമായി ബന്ധപ്പെട്ട് അവരുടെ സോഷ്യൽ ആൻഡ് ഫാമിലി ലോസ്, നിയമങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് എന്താക്കുന്നുണ്ട് ഗ്രന്ഥങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് മനുസ്മൃതി, യജവൽക്യ സ്മൃതി, നാരദ സ്മൃതി, ബൃഹസ്പതി തുടങ്ങിയവയ്ക്ക് ഒരു കാലഘട്ടത്തിൽ എമേർജ് ചെയ്തു വന്നുള്ള പ്രധാനപ്പെട്ട രചനകൾ അല്ലെ ലോ ബുക്സുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ രചനകളുമായി ഫാമിലി സോഷ്യൽ ലൈഫുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. അതുവരെ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഹിന്ദുയിസത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സാക്രിഫൈസ്, റിച്വൽ സാക്രിഫൈസുകളായിരുന്നു അല്ലെങ്കിൽ ലൈക് സാക്രിഫൈസുകളായിരുന്നു ആ സമയത്ത് കൂടുതലായിട്ടും നിലനിന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഗുപ്ത പീരീഡ് ഒക്കെ ആകുമ്പോഴൊക്കെ അവിടെ എന്താണ് ഉണ്ടായിട്ടുള്ളത്, ഐഡിയൽ വർഷിപ്പിലേക്ക് മാറി കാര്യങ്ങളൊക്കെ മാറി, ബിംബാരാധനയിലേക്ക് കാര്യങ്ങളൊക്കെ മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏർലി മിഡീവൽ പീരീഡിനാണ്. സോ ഈ ഒരു സമയത്താണ് ഭക്തി മൂവ്മെന്റ് എന്താവുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജ്ഞാനേശ്വരിയും അതോടൊപ്പം തന്നെ നാമദേവുമാണ് എന്താക്കുന്നത് മഹാരാഷ്ട്രയിലെ 1270-നും 1350-നും ഇടയിൽ ഭക്തി പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു സമയത്ത് പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഫിഗേഴ്സ് ആണ് ഏക്നാഥ്, തുക്കാറാം, രാംദാസ് തുടങ്ങിയവരൊക്കെ പ്രധാനപ്പെട്ട ഭക്തി സന്യാസിമാരായിരുന്നു. അതായത് ബംഗാളില് ഭക്തി മൂവ്മെന്റ് പ്രധാനമായിട്ടും ഇൻസ്പയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് വൈഷ്ണവേറ്റുകളെയാണ്. ജയദേവ് അതോടൊപ്പം തന്നെ ചൈതന്യ തുടങ്ങിയവരൊക്കെ എന്താണ് ബംഗാളിലെ പ്രധാനപ്പെട്ട ഭക്തി സന്യാസിമാരായിരുന്നു. അതോടൊപ്പം തന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ ഭക്തി ട്രഡീഷൻ വാസ് ഇൻസ്പയർഡ് ബൈ രാമനാഥ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ടീച്ചിങ്സ് ഒക്കെ ഓൾ ഇന്ത്യയിൽ എന്താക്കുന്നുണ്ട് വ്യാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് കബീർദാസ് വരുന്നുണ്ട്. കബീർദാസ് എന്താക്കുന്നുണ്ട് ഒരു പോയറ്റ് ആയിരുന്നു. അദ്ദേഹം ഭക്തി മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട വ്യക്തി കൂടിയാണ്. സോ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം എന്താക്കുന്ന വെച്ചാൽ ഹിന്ദുയിസത്തെയും അതോടൊപ്പം തന്നെ മുസ്ലിം റിലീജിയനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഓർത്തഡോക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്താക്കുന്നുണ്ട് അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് കബീർ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് വെച്ചാല് ഭക്തി മൂവ്മെന്റ് എന്താവുന്നുണ്ടെന്ന് വെച്ചാല് അദ്ദേഹത്തിന്റെ ആദി ഗ്രന്ഥ്, കബീർ ഗ്രന്ഥാവലി തുടങ്ങിയതിലൂടെയൊക്കെ കുറച്ചുകൂടി കാസ്റ്റ് മാറുന്നുണ്ട്. അതോടൊപ്പം റിലീജിയൻ മാറിയിട്ട് റിലീജിയസ് ബൗണ്ടറീസിനും ഒപ്പം തന്നെ കാസ്റ്റിന്റെ ബൗണ്ടറിന്നൊക്കെ മാറുന്നുണ്ട് ആദി ഗ്രന്ഥ്, അതോടൊപ്പം തന്നെ കബീർ ഗ്രന്ഥാവലി, ബിജക് തുടങ്ങിയ ഗ്രന്ഥങ്ങളൊക്കെ. അതോടൊപ്പം തന്നെ അവിടെ പുതിയ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നിർഗുണയും അതോടൊപ്പം തന്നെ സുഗുണ. നിർഗുണ എന്ന് വെച്ചാൽ ദൈവത്തിന്റെ രൂപമില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളെയാണ് നമ്മൾ നിർഗുണ എന്നും, സുഗുണ എന്ന് വെച്ചാൽ ദൈവത്തിന് രൂപമുണ്ടെന്ന് പറയുന്നവരുമാണ്. സോ കബീർ ഒരു സുഗുണ ഭക്തനായിരുന്നു. സോറി, കബീർ അല്ല, തുളസീദാസ് ആണ് എന്താക്കിയിട്ടുണ്ടായിരുന്നത് ഈ സുഗുണ ഭക്തിക്കൊക്കെ പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഭക്തി സന്യാസിയായിരുന്നു. സോ അതോടൊപ്പം തന്നെ ഈ ഭക്തി മൂവ്മെന്റ് എന്താക്കിയിട്ടുണ്ട് പ്രധാനപ്പെട്ട റിലീജിയസ് ലിറ്റററി ഡെവലപ്മെന്റിന് കാരണമായിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ തമിഴ്, കന്നഡ, മറാഠി, ബംഗാളി, ഒറിയ അവധി തുടങ്ങിയ ഒരുപാട് ഭാഷകളിലെ പുതിയ പുതിയ പോയംസ് വരുന്നതിലേക്കും പുതിയ പുതിയ ലിറ്ററേച്ചർ വരുന്നതിലൊക്കെ എന്തായിട്ടുണ്ട് ഈ ഭക്തി മൂവ്മെന്റ്സ് മാറിയിട്ടുണ്ട്, കാരണമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു സമയത്തൊക്കെ അല്ലെങ്കിൽ ആൻഷ്യൻ പീരീഡ് മുതൽ അറേബ്യയും അതോടൊപ്പം തന്നെ ഇന്ത്യയും തമ്മിൽ എന്താക്കുന്നുണ്ടായിരുന്നു ട്രേഡ് കോണ്ടാക്റ്റുകൾ ഉണ്ടായിരുന്നു. സോ ഏർലി മിഡീവൽ പീരീഡിലൊക്കെ ആവുന്ന സമയത്ത് അറബ്സ് എന്താക്കുന്നുണ്ട് സിന്ധില് 7-8 നൂറ്റാണ്ടുകളിൽ എന്താക്കുന്നുണ്ട് മുഹമ്മദ് ബിൻ കാസിം എന്താക്കുന്നത് ഇന്ത്യയില് സിന്ധിൽ എന്താക്കാണ് ചെയ്യുന്നത് അവരുടെ ഭരണം സ്ഥാപിക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
പിന്നീട് എന്താക്കുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ അർബൻ പോപ്പുലേഷൻ, അവിടെ സിറ്റികളിൽ, സിന്ധിന്റെ ചുറ്റുവട്ടത്തും താമസിച്ചിട്ടുണ്ടായിരുന്ന സിറ്റികളിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന ആളുകൾക്ക് അറബിക് അതോടൊപ്പം തന്നെ സാൻസ്ക്രിത് ഭാഷകളൊക്കെ അറിയായിരുന്നു. പിന്നീട് 1192 പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും തമ്മിൽ എന്താവുന്നുണ്ട്, ബാറ്റിൽ ഓഫ് ടറൈൻ നടക്കുന്നുണ്ട്. അങ്ങനെ 92 ബാറ്റിൽ ഓഫ് ടറൈനിൽ പൃഥ്വിരാജ് ചൗഹാനെ മുഹമ്മദ് ഗോറി പരാജയപ്പെടുത്തുകയും പിന്നീട് അവിടെ ഒരു ടർക്കിഷ് റൂള് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നീട് എന്താക്കുന്നുണ്ട് വെച്ചാല് ഇദ്ദേഹത്തിന്റെ മുഹമ്മദ് ഗോറിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ പുതിയൊരു ഭരണം സ്ഥാപിക്കപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഡൽഹിയുടെ പരിസര പ്രദേശങ്ങളായിട്ട്. പിന്നീട് അത് ഡൽഹി സുൽത്താനറ്റ് അറിയപ്പെടുന്ന ഒരു സെൻട്രൽ ആൻഡ് സ്ട്രോങ് കിങ്ഡം രൂപപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ബാറ്റിൽ ഓഫ് ടറൈന് ശേഷമാണ്. പിന്നീട് 14ാം നൂറ്റാണ്ടിലോ തുർക്കികൾ എന്താക്കുന്നുണ്ട് വെച്ചാൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും അവിടുത്തെ ലോക്കൽ ചീഫ്റ്റൈനുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുകയും പിന്നീട് ഇവർ തമ്മിൽ പരസ്പര ആശ്രയത്വത്തോടു കൂടി കഴിഞ്ഞുകൂടുകയും ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമ്മൾ നോക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ട്രഡീഷൻ ആയിട്ടുള്ള സൂഫിസത്തെ കുറിച്ചാണ്. സൂഫിസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഇസ്ലാം, നമ്മൾ പറഞ്ഞ ഭക്തി എന്ന് വെച്ചാൽ ഹിന്ദുയിസത്തിൽ നിന്ന് എമേർജ് ചെയ്ത് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സന്യാസ രൂപം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വിശ്വാസ രൂപമാണ് ഭക്തി എന്ന് പറയുന്നത്. എന്നാൽ സൂഫിസം എന്ന് പറയുന്നത് ഇസ്ലാമിൽ എമേർജ് ചെയ്ത് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഭക്തി രൂപമാണ് ഇന്ത്യയില്. അത് റിലീജിയസ് മൂവ്മെന്റ് ആയിരുന്നു. അതായത് 3 തരത്തിലുള്ള സൂഫി ഓർഡേഴ്സ് ആണ് ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ടായത്. ചിഷ്ടി, സുഹർവതി, അതോടൊപ്പം തന്നെ ഫിർദൌസി തുടങ്ങിയ 3 തരത്തിലുള്ള സൂഫി ഓർഡേഴ്സ് ആണ് ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഇതെന്ന് വെച്ചാൽ ഇന്ത്യയില് സൂഫിസം ഇന്ത്യയിലെ ഇസ്ലാമിക് ഓർത്തഡോക്സി ഒക്കെ എന്താക്കുന്നുണ്ട്, എതിർക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സൂഫിസവും ഒപ്പം തന്നെ ഭക്തി മൂവ്മെന്റും എന്താക്കിയിട്ടുണ്ട്, പരസ്പരം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇത് പ്രധാനമായിട്ടൊരു മിസ്റ്റിക്കൽ ആയിട്ടുള്ള ഈ ദൈവത്തിനോടുള്ള അടുത്ത ബന്ധത്തെയാക്കിയാണ് നമ്മൾ എന്താക്കുന്നത് ഭക്തി അതോടൊപ്പം തന്നെ സൂഫിസം കൊണ്ടൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഭക്തി, സൂഫിസം തുടങ്ങിയവയൊക്കെ പ്രധാനപ്പെട്ട റിലീജിയസ് മൂവ്മെന്റുകളായിരുന്നു, പോപ്പുലർ റിലീജിയസ് മൂവ്മെന്റുകളായിരുന്നു ഇന്ത്യയിൽ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സൂഫിസം opposed Islamic orthodoxy, remained non-conformist in the relation the state and organized religion. അതായത് ഓർഗനൈസ്ഡ് റിലീജിയന്റെ ഉള്ളിലുള്ള ഒരുപാട് അനാചാരങ്ങളെയും ഓർത്തഡോക്സിയൊക്കെ എന്താക്കുന്നുണ്ട്, സൂഫിസം എതിർക്കുന്നുണ്ട്. ഈ 2 മൂവ്മെന്റുകളും, ഭക്തി ആണെങ്കിലും സൂഫിസം ആണെങ്കിലും സ്പിരിച്വൽ ഗൈഡൻസിനും ഒപ്പം തന്നെ മിസ്റ്റിക്കൽ യൂണിയൻ വിത്ത് ഗോഡ്, ദൈവവുമായിട്ടുള്ള ഒരു മിസ്റ്റിക്കൽ ആയിട്ടുള്ള ആത്മീയപരമായിട്ടുള്ള ഒരു സമീപനത്തെയാണ്, അല്ലെങ്കിൽ യൂണിയനെയാണ് എന്താക്കുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് സൂഫിസവും ഭക്തി മൂവ്മെന്റും. പിന്നീട് എന്താക്കുന്നുണ്ടെന്ന് വെച്ചാൽ ചിഷ്ടി സൂഫിസവും അതോടൊപ്പം തന്നെ നാത്പന്തി യോഗീസും എന്താക്കുന്നുണ്ട്, സുൽത്താനേറ്റ് പീരീഡിൽ ഒന്നിച്ചായിരുന്നു ഉണ്ടായിരുന്നെന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അല്ലെങ്കിൽ അവരെന്താക്കുന്നുണ്ട്, ഇന്റർമിക്സ് ചെയ്യപ്പെടുന്നുണ്ട്, അവർ ഇടകലരപ്പെടുന്നുണ്ട് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ശില്പകലയെ കുറിച്ചും അതോടൊപ്പം തന്നെ ആർക്കിടെക്ചറിനെ കുറിച്ചുമാണ്. 10ാം നൂറ്റാണ്ടിനും 13ാം നൂറ്റാണ്ടിനും ഇടയിൽ എന്താവുന്നുണ്ടെന്ന് വെച്ചാൽ ഹിന്ദു ആർക്കിടെക്ചർ ഒക്കെ അതിന്റെ പീക്കിൽ എത്തുന്ന ഒരു സമയമാണ് 10, 13 നൂറ്റാണ്ടുകൾ എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് ടെമ്പിൾസ് എന്താക്കുന്നുണ്ട്, ബിൽഡ് ചെയ്തിട്ടുണ്ട്, കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് മാധവ് ടെമ്പിള്, രാജേശ്വര ടെമ്പിള്, ഉദയേശ്വര ടെമ്പിള്, ലിംഗരാജ ടെമ്പിള്, ജഗന്നാഥ് ടെമ്പിള്, സൺ ടെമ്പിൾ, കൊണാർക്ക് തുടങ്ങിയ പ്രധാനപ്പെട്ട ടെമ്പിൾസുകളാണ് ഈ ഒരു സമയത്ത് 10നും 13 നൂറ്റാണ്ടുകൾക്ക് ഇടയിലായിട്ട് എമേർജ് ചെയ്ത ടെമ്പിളുകളില്. സോ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് സുൽത്താനേറ്റ് പീരീഡിലെ ആർട്ടിലും മ്യൂസിക്കിലും വന്നിട്ടുള്ള ചേഞ്ചുകളെ കുറിച്ച്, അല്ലെങ്കിൽ ഇമ്പാക്റ്റുകളെ കുറിച്ചാണ്. നമുക്ക് ഇതിന്റെ ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിന്റെ ഒരു സിന്തസിസ്, അല്ലെങ്കിൽ ഒരു കൂട്ടിച്ചേരൽ നമുക്ക് അലൈ ദർവാസ അതുപോലെ തന്നെ ജമാഅത്ത് ഖാന മസ്ജിദിലൊക്കെ നമുക്ക് എന്താക്കാൻ കഴിയും, കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ ഒരു സമയത്ത് കവാലി, കയാൽ അതോടൊപ്പം തന്നെ രാഗാസ് ഒക്കെ എന്താക്കുന്നുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു സമയമാകുമ്പോഴേക്കും പുതിയൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആയിട്ടുള്ള സിതാർ എന്താക്കുന്നുണ്ട്, ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അതായത് സിതാർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ വീണയും അതോടൊപ്പം തന്നെ ഇറാനിയൻ തമ്പുരും തമ്മിലുള്ള ഒരു മിക്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സിതാർ എന്ന് പറയുന്നത്, നിങ്ങൾ ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ കുത്തുബ് മിനാർ, കുവാത്തുൽ മോസ്ക്, ഇൽത്തുമിഷ് ടോംബ്, ബാൽബാൻ ടോംബ് തുടങ്ങി കിർക്കി മസ്ജിദ് ഡൽഹി, ഇതൊക്കെ എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ആർക്കിടെക്ചറുകളാണ് ഈ ഒരു പീരീഡിൽ ഉണ്ടായിട്ടുള്ളത്.
എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. നമുക്ക് ഇതോടുകൂടി എന്താവാണ്, ഈ യൂണിറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ബുദ്ധിസം ഈസ് കൺസിഡർഡ് ടു ഹാവ് എ ഒറിജിനേറ്റഡ് ആസ് റിലീജിയൻ ഓഫ് എ പ്രൊട്ടസ്റ്റ് എഗൈൻസ്റ്റ് ഹിന്ദുയിസം. ക്രിട്ടിക്കലി എക്സാമിൻ ദിസ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ഇത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ബുദ്ധിസം എന്ന് പറയുന്നത് ഹിന്ദുയിസത്തിന്റെ എതിരായിട്ട്, അല്ലെങ്കിൽ ഹിന്ദുയിസത്തിന് എതിരായിട്ടുള്ള എഗെയിൻസ്റ്റ് ആയിട്ടാണ് എമേർജ് ചെയ്ത് വന്നിട്ടുള്ളത്. നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹിന്ദുയിസത്തിൽ ഒരുപാട് അനാചാരങ്ങളും അതോടൊപ്പം തന്നെ അന്ധവിശ്വാസങ്ങളും അല്ലെങ്കിൽ ഒരുപാട് സാക്രിഫൈസുകളൊക്കെ ഉണ്ട്. മൃഗബലി ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ 4 വർണ്ണ സിസ്റ്റം ഉണ്ടായിരുന്നു. അതായത് 4 ജാതിയിൽപ്പെട്ട ആളുകളെ വേർതിരിച്ചിട്ടുണ്ടായിരുന്നു ജനനത്തിന്റെയും തൊഴിലിന്റെയും അടിസ്ഥാനത്തിൽ. സോ ഇതിന്റെയൊക്കെ ഫലമായിട്ടാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും അതിലേക്ക് ഹിന്ദുയിസത്തിലേക്ക് ഒരുപോലെ സമീപിക്കാൻ കഴിയാത്തതിന്റെയൊക്കെ ഫലമായിട്ടാണ് എന്താക്കുന്നത്, ബുദ്ധിസം വരുന്നത്. സോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബുദ്ധിസം ഈസ് കൺസിഡർഡ് ടു ഹാവ് എ originated as a religion of protest against Hinduism. സോ അതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ആ ഒരു സെക്ട് ആണ്. അടുത്തതെന്ന് വെച്ചാൽ, ലിസ്റ്റ് ദ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ദ ഗുപ്ത പീരീഡ് ടു അവർ കൾച്ചറൽ ട്രഡീഷൻ. അത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.